എത്തിയിരിക്കുകയാണ്. എവിടെ പാത്തുമ്മ? പാത്തുമ്മ കിടക്ക്. ഓ അത് വിടറാ, കമ്പി പിടിച്ചിരിക്കുക. വിട്ടേ, ഞാനും വിട്. ആ എങ്ങനെയുണ്ട് പാത്തുമ്മ? കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആളിപ്പോ ഓക്കെ അല്ലേ? ഐസ്ക്രീമാണ് കൂടുതൽ കഴിക്കണ്ടേ, വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല അല്ലേ? ഐസ്ക്രീം അല്ലേ, ഫുൾ ഐസ്ക്രീം കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2-3 ഐസ്ക്രീമെല്ലാം കഴിച്ചിട്ടുണ്ടാവും അല്ലേ? കാരണം തണവുള്ളത് കഴിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഐസ്ക്രീമും പിന്നെ ഒരു ജ്യൂസും കുടിച്ചു. ഇന്ന് നമ്മൾ എത്ര മണിക്കാണ് വന്നത്? രാവിലെ രാവിലെ 10 മണിക്ക് വന്നു. എന്നിട്ട് 1 മണി 1:30 തോന്നിട്ടില്ല തിയേറ്ററിൽ കയറ്റിയ. 2:45 2:45 ഒക്കെ ആയപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഒരു 3:30-4 മണിയായപ്പോൾ കഴിഞ്ഞു അല്ലേ? 3:30 കഴിഞ്ഞിരിക്കുന്നു ശരിക്കും. 3:30 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കൊണ്ടുവരുന്നത്. ഇപ്പം എത്ര മണിയായി? 10 മണി 10:30 ആയി റൂമിലേക്ക് എത്തിയപ്പോൾ. രാത്രി നമുക്ക് റൂം കിട്ടിയപ്പോഴും ഒരു 9 മണി 8 മണിയൊക്കെ ആയി റൂം കിട്ടിയപ്പോഴും. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട് റൂമിന്. ഞാൻ ചീനു, പാത്തു, ഉമ്മച്ചി, ഇയാനു ഇവിടെയാണ് ഇന്ന് കിടക്കുന്നത്. എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ല. ശരിക്കും നാളെ പോവാന്നാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ പോവാന്നാ പറയുന്നത് അല്ലേ പാത്തു? അത് ഭയങ്കര കരച്ചിലായിരുന്നു, ഓളിടായിരുന്നു. കൂടുതലും ടെൻഷനാണ്, എന്താ ചെയ്യാൻ പോണേ എന്നൊന്നും അറിയില്ലല്ലോ. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പാത്തുമ്മക്ക്. അതന്നെ, അളിയനായാലും ചീനായാലും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിക്കണു. ടെൻഷൻ അങ്ങനെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? മക്കളായതുകൊണ്ട് ഒരു ചെറിയ ടെൻഷൻ. പിന്നെ ചെറുതായാലും അതെടുത്ത് കളയുന്നത് നല്ലതാണ്. ഇനി നാളെ രാവിലേക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അതിന് വേണ്ടി ഗ്ലൂക്കോസ് കയറ്റാനൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. നാളെ ഒരു കുഴപ്പമില്ലെങ്കിൽ നമുക്ക് നാളെ എന്നെ നോക്കുകയാണ്. ഇവരിങ്ങനെ നോക്കുന്ന കാരണം നമുക്കിങ്ങനെ സംസാരിച്ച് ഒരു വ്ളോഗ് എടുക്കാനൊന്നും പറ്റുന്നില്ല ഗൈസ്. നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും, അപ്പോൾ നമുക്ക് ചിരി വരും. ഇപ്പോൾ പബ്ലിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലും ഇവർ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. എന്തായാലും ഇങ്ങനെ ഫോൺ പിടിക്കുന്ന കാണുമ്പോൾ എല്ലാവരും നമ്മുടെ അടുത്തൊക്കെ നോക്കാം. അപ്പോൾ നമുക്കുള്ള ഒരു കോൺഫിഡൻസ് പോവും. പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഇവർക്കൊന്നും. അങ്ങനെ അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഒരു ഊണ് കഴിച്ചു വിടുന്നത്. നല്ല ക്യാൻറ്റീനാണ് കേട്ടോ. ക്യാൻറ്റീൻ നല്ല ഫുഡാണ്. പിന്നെ അതുപോലെ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെയും ഒരു ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ നിന്ന് ചായ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുമായിരുന്നു. പിന്നെ ചായക്ക് അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി നമ്മൾ ദോശയാണ് കഴിച്ചത്. ഇവിടുത്തെ ദോശ നല്ല രസമുണ്ടായിരുന്നു. ദോശയാണ് കഴിച്ചത് നമ്മൾ. അങ്ങനെ പിന്നെ പാത്തുമ്മക്ക് ഫുഡ് അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല. ജ്യൂസും പിന്നെ ഐസ്ക്രീമും അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇങ്ങനെ കൊടുത്താൽ മതിയോ? മൂടിയിൽ കൊടുത്താൽ മതിയാ?
കീ അതിൻ്റെ ഉള്ളിലുണ്ട്. ഒന്നുകൂടെ നോക്കി, കീ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് കബോർഡിലുണ്ട്. ഇല്ലേ, അവരോടൊന്ന് പറഞ്ഞാൽ മതി. ഡിസ്ചാർജ് ആയി ഗൈസ്. അതിന് ലിഫ്റ്റ് കയറി ഇറക്കിറങ്ങുമ്പോൾ എന്താ ഒരു സന്തോഷം. കാറെടുക്കാൻ വേണ്ടി പോയിട്ടാണ്. കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ട് വെട്ടിപ്പോവാ. സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. കാറ് വന്നു. അതങ്ങനെ കഴിഞ്ഞു. ചെക്കന് ഇനി